Hey all, Assalamu alaikum. Welcome back to my channel. ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ്. എൻ്റെ റൂം ഭയങ്കരമായിട്ട് ഇന്ന് മെസ്സി ആയിട്ട് കിടക്കുകയാണ്. പിള്ളേർ സ്കൂളിൽ വിടലും എല്ലാവരും ഇതായിട്ട് കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഒട്ടും ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല 2 ദിവസമായിട്ടും. അപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റണം. അതിന് മുമ്പ് ബെഡ്റൂമിൽ തന്നെ കുറേ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അതെല്ലാം നമുക്കൊന്നെടുത്ത് മാറ്റിയതിന് ശേഷം വേണം ബെഡ് ക്ലീൻ ചെയ്യാനായിട്ട്. റൂം മൊത്തത്തിൽ ഫുള്ളായിട്ട് ആകെ അലങ്കോലമായിട്ട് കിടക്കണം. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ റൂമിൻ്റെ. മടക്കാനുള്ള തുണികളും അല്ലാതെ കുട്ടികളെ ഒരുക്കിയതും അതും ഇതും എല്ലാം കൂടെ ഫുൾ മെസ്സി ആയിട്ടാണ് കിടക്കണം. അതൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെഡൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി സമാധാനം. കാരണം ആ ഒരു റൂമിൻ്റെ മെയിൻ ഇതാണ്, ബെഡ് ക്ലിയറായി കിടക്കുകയാണെങ്കിൽ തന്നെ പകുതി വൃത്തിയായ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒന്ന് റൂമിലേക്കൊന്ന് എയർ പാസേജ് കിടക്കാൻ വേണ്ടിയിട്ട് ജനലൊന്ന് തുറന്നിടുന്നുണ്ട്. ഫസ്റ്റ് ചെയ്യുന്ന കാര്യം അതാ. അപ്പോൾ നമുക്ക് ജനൽ തുറന്നിടാം. അതൊക്കെ ജനൽ തുറന്നിട്ടതിന് ശേഷം ബെഡിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ അതാത് സ്ഥാനത്ത് എടുത്ത് വെക്കേണ്ടത് വെക്കുകയും ബെഡിലുള്ള എല്ലാവരും എടുക്കുകയും ബെഡ്ഷീറ്റ് എടുത്ത് വേറൊരു ബെഡ്ഷീറ്റും മാറ്റണം. അത് കുറച്ച് മുഷിഞ്ഞിട്ടുണ്ട്. ഒരു 3-4 ദിവസമായി. ഞാൻ ഒരാഴ്ച എത്തുമ്പോൾ മുതൽ ബെഡ്ഷീറ്റ് മാറ്റും. കൊച്ചുങ്ങളൊക്കെ ഇട്ട് ആകെ അലങ്കോലമാവുമല്ലോ. അപ്പോൾ പില്ലോസും പിന്നെ കുട്ടികൾ കളിക്കണതും മോൻ്റെ ബാഗും കൊച്ചിനെ കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്ത പൗഡറുണ്ടിന് അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ബെഡുമ്മ. അതൊക്കെ എടുത്ത് മാറ്റി. അതൊക്കെ എടുത്ത് മാറ്റി ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഒന്ന് കൊട്ടിക്കുടഞ്ഞ് വേറെ ബെഡ്ഷീറ്റ് ഇടും. പിന്നെ ബ്ലാങ്കറ്റ് എടുത്ത് മടക്കി എടുത്ത് വെക്കുകയാണ്. റൂമിലെല്ലാവരും അതാത് സ്ഥാനത്താണെങ്കിൽ തന്നെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതാത് സ്ഥാനത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എപ്പോഴും റൂം നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ഇത് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ധൃതിക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൊള്ളണം എന്നില്ല. അപ്പോൾ ഇങ്ങനെ ഫ്രീ ടൈമിൽ നമ്മൾ പരമാവധി റൂം ക്ലീൻ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ മോൻ്റെ ബാഗിലെ പഠിച്ച പുസ്തകങ്ങളും ഇതൊക്കെ അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. ഇനി നെക്സ്റ്റ് പില്ലോ ഒക്കെ മാറ്റി ബെഡ്ഷീറ്റൊക്കെ മാറ്റി വേറൊരു ബെഡ്ഷീറ്റ് നമുക്ക് വിരിച്ചിടാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ബെഡ്ഷീറ്റ് വിരിക്കുക എന്നുള്ളതാണ്. അത് പെർഫെക്റ്റായിട്ട് വിരിച്ചിട്ട് അല്ലെങ്കിൽ റൂം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അത് കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീൽ, ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് വരും റൂമൊക്കെ നല്ല ക്ലീനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ. അപ്പോൾ പൊടിയൊക്കെ തട്ടി ഞാനിപ്പോൾ ബെഡ്ഷീറ്റ് വിരിക്കണേക്കാൻ മുമ്പ് ഒരു ഷീറ്റ് ഇടും. കാരണം ചെറിയ കൊച്ചൊക്കെ ഉള്ളതാണല്ലോ. അവളെ കടത്താൻ ഭാഗത്തേക്ക് ഒരു ഷീറ്റ് ഞാൻ ഇട്ടിട്ട് അതിൻ്റെ മീതെ ബെഡ്ഷീറ്റ് വിരിക്കുള്ളൂ. ബെഡ്ഷീറ്റൊക്കെ വിരിക്കാൻ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് വിരിക്കുള്ളൂ. ബെഡ്ഷീറ്റ് നല്ല നീറ്റിൽ എനിക്ക് വിരിച്ചിട്ട് കിടക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ടൈമൊക്കെ എടുത്ത് സാവകാശമൊക്കെ ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുള്ളൂ. ബെഡ്ഷീറ്റൊക്കെ വിരിച്ചതിന് ശേഷം പില്ലോ കവറും മാറ്റണം. അപ്പോൾ ബെഡ് വിരിക്കലും ദാവലൊക്കെ എല്ലാം കഴിഞ്ഞു. അതിൻ്റെ സൈഡിൽ ചിലപ്പോൾ കൊച്ചുണ്ടാവും, കൊച്ചിനെ നോക്കണം. ഇതിൻ്റെയൊക്കെ ഇടയിൽ ആ പണി നടക്കണുണ്ടാവും.
അപ്പോൾ അതൊക്കെ വിരിച്ചതിന് ശേഷം പിന്നെ എനിക്ക് മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ കുറേ 2-3 ദിവസത്തെ തുണികൾ മടക്കാനിരിക്കാണ്ട്. ആ തുണികളൊക്കെ ഇനി മടക്കി വെക്കണം. അതാണ് ഇനി അടുത്ത ഒരു പണിയെന്ന് പറയാനിരിക്കുന്നത്. അപ്പോൾ കൊച്ചിൻ്റെയും ഞങ്ങളുടെയും എല്ലാവരുടെയും 2-3 ദിവസത്തെ തുണികൾ കുറേ മടക്കാനുണ്ട്. അതൊക്കെ മടക്കിയെടുത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഓരോ സെക്ഷനായിട്ട് മടക്കി എടുത്ത് വെച്ചതിന് ശേഷം ലാസ്റ്റായിരിക്കും കബോർഡിലേക്ക് ഞാൻ എടുത്ത് വെക്കാം. തുണി മടക്കലാണ് ഏറ്റവും എന്താ പറയുക ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നണം. കാരണം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ മടക്കി വെക്കുകയാണെങ്കിൽ അത് കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ അത് പിന്നെയും അതിൻ്റെ മീതെ തുണികൾ വരും. അങ്ങനെ തുണി മടക്കലൊക്കെ കഴിഞ്ഞു. ഇനി അത് നേരെ കബോർഡിലേക്ക് എടുത്ത് വെക്കണം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്കാനുള്ള തുണികളൊക്കെ എടുത്ത് മാറ്റണം. പിന്നെ ബെഡിൻ്റെ സൈഡിലൊരു ടേബിളുണ്ട്. ആ ടേബിളിൽ കുറച്ച് വെള്ളം കുപ്പിയും കൊച്ചിൻ്റെ മരുന്നും ക്രീമും അങ്ങനെ അതും ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി അതൊന്ന് ക്ലീൻ ചെയ്യണം. അവിടെ ഇതൊക്കെ വന്ന് ഇങ്ങനെ ഒരു പാട് പോലെ ആയിട്ടുണ്ട്. അത് എന്ത് ചെയ്താലും തുടച്ചാലും ഇതൊന്നും പോകൂല. എന്നാലും പൊടിയൊക്കെ ഒന്ന് തുടച്ച് അതിൻ്റെ മീതൊരു ഞാൻ തുണി ഇങ്ങനെ ഒന്ന് വിരിച്ചിട്ട് അതും ഒരു വെള്ളം കുപ്പിയും പിന്നെന്താ കാക്കയുടെ ഒരു ഹെഡ്സെറ്റും ആവുമ്മ വെക്കും. കാക്ക എപ്പോഴും ആവശ്യമുള്ള കാരണം ഞങ്ങൾ കിടക്കുമ്പോൾ ഫോണൊക്കെ വെക്കാനോ അതിനൊക്കെയാണ് ഉപയോഗിക്കുള്ളത്. വെള്ളം എപ്പോഴും ഞാൻ റൂമിലൊരു കുപ്പി വെള്ളം എപ്പോഴും കൊണ്ടുവന്ന് വെക്കലുണ്ട്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഡ്രസ്സിങ് ടേബിളിൻ്റെ അവിടെയാണ്. അവിടെ നല്ലോണം അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതാത് സ്ഥാനത്തേക്കൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം അവിടുത്തെ ഗ്ലാസും അവിടേക്കൊന്ന് തുടച്ചൊന്ന് ക്ലീൻ ചെയ്യണം. മക്കളുടെ 2 പെർഫ്യൂംസാണ്. ഒരു അത്തറും ഒരു പെർഫ്യൂംസാണ്. മോൾക്ക് ഞാൻ ചെറിയ രീതിയിൽ അത്തറ് പറ്റി കൊടുക്കലുണ്ട്. മോനിക്ക് മിക്കി മൗസിൻ്റെ ആ സ്പ്രേ മോൻ്റെയാണ്. പിന്നെ ആ ഗ്ലാസ്സൊക്കെ ഒന്ന് നന്നായി തുടച്ചെടുക്കണുണ്ട്. നെക്സ്റ്റ് വരുന്നത് മോൻ്റെ സ്റ്റഡി ടേബിളിൻ്റെയാണ്. അതിൻ്റെ മുകളിലൊക്കെ ഞാൻ കുറച്ച് ഡെക്കോറായിട്ട് കുറച്ച് ഫ്രെയിംസും ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ ബെഡിലേക്ക് തന്നെ എടുത്ത് മാറ്റി വെച്ച് അവിടെയൊക്കെ നന്നായി തുടച്ചെടുക്കുകയാണ്. അതിന് ശേഷം ഫ്രെയിംസും ആ ഫ്ലവറും എല്ലാനും അവിടെ ഇരുന്ന് എല്ലാനും ഒന്ന് പൊടിയൊക്കെ കളഞ്ഞ് അതാത് സ്ഥാനത്ത് തന്നെ എടുത്തു വെക്കുകയാണ്. പെട്ടെന്ന് ഇപ്പോൾ ഇന്ന് ചെയ്താൽ ചിലപ്പോൾ നാളത്തേക്കായാലും പൊടി വരും. പെട്ടെന്ന് പൊടി പിടിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒന്നരാടെന്ന് പറഞ്ഞോളം ഞാൻ നന്നായി ഒന്ന് ചെയ്യും. ഇപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് ഇപ്പോഴാണ്. ഒരാഴ്ച കൂടുമ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്ത് അതെടുത്ത് വെക്കും. ഡെയിലി അടിച്ചു വരുമ്പോൾ ഓരോന്നും കാണുന്നത് എടുത്തു വെക്കലാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഒട്ടും പറ്റിയിട്ടില്ല. അതാണ് ഇത്രയും മെസ്സി ആയിട്ട് റൂം കിടക്കാൻ കാരണം. ഇനി ആ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ നമുക്ക് അതാത് സാധനങ്ങളിലേക്ക് എടുത്തു വെക്കാം. അത് മോനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ സ്റ്റാറാണ്. അത് ആൾ തന്നെ അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. ആളൊന്നും കളയൂല. ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ഒരു വാച്ചിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റേ ഫ്രെയിം ഒരെണ്ണം വെക്കുന്നത് മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ അത് മറിഞ്ഞു വീഴും. അതിൻ്റെ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയതാണ്. ഇതെനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയ എന്തോ ഒരു ഫ്രെയിമാണ്. പിന്നെ മോൻ്റെ ഒരു ഫ്രെയിം, മോളുടെ ഒരു ഫ്രെയിമും ബർത്ത്ഡേ ആകുമ്പോഴത്തേക്ക് പറഞ്ഞാൽ മോൾക്കും ചെയ്യിക്കണം എന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ക്ലീനിങ്ങും പരിപാടിയും കഴിഞ്ഞ് എൻ്റെ ഗ്ലാസ്സും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ തൊട്ടടിയിൽ തന്നെ കുറച്ച് മിഠായി തിന്നതും അല്ലാതെയും അങ്ങനെ എന്തൊക്കെയോ വെച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റി അവിടെയും ഒന്ന് ക്ലീൻ ചെയ്തിടുക.
ഒക്കെ മാറ്റി വേസ്റ്റും അതൊക്കെ മാറ്റി അവിടെയും ഒരു തുണി വെച്ച് പൊടിയൊക്കെ തട്ടി ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ക്ലീൻ ചെയ്ത ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളും ക്ലീൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കും. ഇനി നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ സ്റ്റാൻഡുമ്മ കുറേ തുണികൾ അലക്കാനുള്ളതും അല്ലാത്തതൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. അപ്പോൾ അലക്കാനുള്ളത് വെച്ചതും പിന്നെ കൊച്ചുങ്ങളുടെ ടോയ്സൊക്കെ ഒരു ബോക്സിലാക്കി എടുത്ത് വെച്ച് ഇനി ലാസ്റ്റ് എനിക്ക് അടിച്ചു വാരി ആ റൂമൊന്ന് തുടച്ചെടുക്കാനാണുള്ളത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ റൂം അടിച്ചു വാരണം. അത്യാവശ്യം നന്നായി ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലോണം പൊടി ഒക്കെ ഉണ്ടാവും. അതടിച്ചു വാരി തുറക്കണ വീഡിയോ എൻ്റെ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നന്നായി തുടച്ചതിന് ശേഷം ഞാൻ ഒരു റൂം സ്പ്രേ അവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ലാസ്റ്റ് അത് അടിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലായിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് കുറേ നേരം റൂമിങ്ങനെ നോക്കി നിൽക്കാനും ബെഡിൽ ഇരിക്കാൻ പോലും തോന്നില്ല. നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ലാസ്റ്റ് ഫൈനലായിട്ട് റൂം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും. ഇപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക.